ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങൾക്കെന്താ അംബിയായിന്റെ പാത പറയാൻ അധികാരമുള്ളത് മുജാഹിദുകളെ? നിങ്ങൾക്കെന്താ സാലിഹീങ്ങളുടെ പാത പറയാൻ അധികാരമുള്ളത്? നിങ്ങൾക്കെന്താ ഔലിയായിനെ പറയാൻ അവകാശമുള്ളത്? കാരണം നിങ്ങൾ അംബിയാക്കളുടെ ശത്രുക്കളല്ലേ, അവരുടെ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്നവരല്ലേ, ഔലിയായിന്റെ ശത്രുക്കളല്ലേ, അവരുടെ കറാമത്തുകളെ നിങ്ങൾ നിഷേധിക്കുന്നവരല്ലേ? ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള കുറെ ആളുകളുണ്ട്. മുജാഹിദുകൾ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നു, മുജാഹിദുകൾ ഔലിയായിനെ തള്ളിപ്പറയുന്നു എന്നൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ള കുറെ ആളുകളുണ്ട്. സർവ പ്രസംഗങ്ങളിലും നമ്മുടെ പ്രഭാഷകന്മാര് പറയാറുണ്ട്, അങ്ങനെ ധരിച്ചു പോകരുത് നിങ്ങളെന്ന്. പിന്നെ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ അംബിയായിനോട് ദുആ ചെയ്യുന്നത്, ഞങ്ങൾ ഔലിയായിനോട് ദുആ ചെയ്യുന്നത് അല്ലാഹു അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കാനാണ്. അപ്പൊ നബിയേ എന്ന് ഞങ്ങൾ വിളിക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അംബിയായിനെ ഞങ്ങൾ വിളിക്കുമ്പോ അവർക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് കൊണ്ട് സഹായിക്കാനാ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെയാണ് എന്റെ സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത്, മുഅ്ജിസത്തും കറാമത്തുമൊക്കെ അംബിയായിനും ഔലിയായിനുമൊക്കെ അല്ലാഹു നമ്മൾ ചോദിക്കുന്ന നേരത്ത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ, അവർ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ തന്നെയും നമ്മൾ ചോദിക്കുന്ന നേരത്ത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാൻ കഴിയാവുന്ന അവരുടെ കഴിവിൽപ്പെട്ട കാര്യമാണോ മുഅ്ജിസത്തും കറാമത്തുമൊക്കെ? അങ്ങനെ ആരെങ്കിലും ധരിച്ചു പോയോ എങ്കിൽ തിരുത്തണം സഹോദരന്മാരെ. അംബിയായിന് മുഅ്ജിസത്തില്ലെന്നല്ല പറയുന്നത്, ഔലിയായിന് കറാമത്തില്ലെന്നല്ല പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യും പോലെ ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ കാണിക്കാനും ചോദിക്കുന്നവരുടെ മുമ്പിൽ ചോദിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കാനും കഴിയാവുന്ന നിലക്ക്, അങ്ങാടിയിൽ നിന്ന് മജീഷ്യന്മാര് മാജിക് കാണിക്കുന്നത് പോലെ പഠിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്ന നേരത്തൊക്കെയും പ്രകടിപ്പിക്കാൻ കഴിയാവുന്ന ഒരു കഴിവാണ് മുഅ്ജിസത്തെന്നും കറാമത്തുമെന്നുമൊക്കെ ആളുകൾ ധരിച്ചു പോയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ അതിന്റെ കൃത്യമായ വശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്. അമ്പിയാക്കന്മാരോട് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിച്ചു. ആ കാലത്ത് പ്രവാചകന്മാരുടെ ഓരോ കാലഘട്ടങ്ങളിലെയും ജനങ്ങൾ വന്നുകൊണ്ട് അവരോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും ജനങ്ങൾ വന്നുകൊണ്ട് ഓരോന്ന് ചോദിച്ചു. എന്ത്? നിനക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇതൊന്ന് കാണട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അവൻ ഉദ്ദേശിച്ച നേരത്ത് ആ വെല്ലുവിളിക്ക് മറുപടി നൽകാൻ രൂപത്തിലുള്ള മുഅ്ജിസത്തുകൾ പ്രവാചകന്മാരിലൂടെ അല്ലാഹു പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. മഹാനായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ധാരാളം അമ്പിയാക്കന്മാർക്ക് ഒട്ടേറെ മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളിൽ ആയിരക്കണക്കിന് കറാമത്തുകളും മുഅ്ജിസത്തുകളും ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ മുഅ്ജിസത്തിനെയും നാം നിഷേധിക്കുന്നവരല്ല, നിഷേധിക്കുകയുമില്ല. പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കറാമത്തിനെയും നാം തള്ളിപ്പറയുന്നവരല്ല, തള്ളിക്കളയുകയുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ചിലരിവിടെ പ്രചരിപ്പിക്കുകയാണ്, മുഅ്ജിസത്തും കറാമത്തും എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് അവന്റെ സാധാരണ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പോലെ അസാധാരണക്കാരായ അമ്പിയായിനും ഔലിയായിനുമൊക്കെ അവരുടേതായ കഴിവുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. നിങ്ങൾ എന്നോട് പറയുകയാണെന്ത് മൗലവി ഒന്ന് കൈവക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ കൈവക്കുന്നു, ഞാൻ കൈവക്കുന്നു, എനിക്ക് ഉദ്ദേശിക്കുമ്പോ പൊക്കാമല്ലോ. ഇതെനിക്ക് അല്ലാഹു പണ്ടേ നൽകിയ ഒരു കഴിവാണ്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു പ്രകൃത്യാ നൽകിയിട്ടുള്ള ആ കഴിവിന്റെ മുമ്പിൽ അവൻ തടസ്സങ്ങളൊന്നും വരുത്താത്തിടത്തോളം ഞാൻ ഉദ്ദേശിക്കുമ്പോ എനിക്ക് എന്റെ ഈ കൈവക്കാൻ കഴിയും. ഇതേപോലെ അമ്പിയാക്കളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർക്കത് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയാവുന്നതാണ്. അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അത് ചെയ്യാൻ കഴിയും എന്ന ഒരു പ്രചരണം ഇവിടെ നടത്തിയിട്ടുണ്ട്, അതിവിടെ പറഞ്ഞിട്ടുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണക്കാരായ ആളുകൾക്കും അസാധാരണക്കാരായ ആളുകൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃത്യാ ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പ്രകൃത്യാ എല്ലാ ആളുകൾക്കും ചില കഴിവുകളുണ്ട്. ആ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ദുനിയാവിൽ പലരോടും ഇടപെടുന്നത്, നാം ഒക്കെ ജീവിക്കുന്നത്.
നാം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നാം സഹായം ചോദിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതേ അവസരത്തിൽ ഒരു കാലത്തും തനിക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്, മനുഷ്യന് ചെയ്യാൻ കഴിയുന്നവയുമുണ്ട്. അപ്പൊ തെറ്റിദ്ധരിക്കരുത്, മുജാഹിദുകളെ നിങ്ങൾ കഴിവുകളെ ഉണ്ടാക്കിയോ? മനുഷ്യർക്ക് ചില കഴിവുകളുണ്ട്, അള്ളാഹുവിന് വേറെ കുറെ കഴിവും. എല്ലാ കഴിവും അല്ലാഹു കൊടുത്തത് തന്നെയാണ്. നമുക്ക് ചില കഴിവുകൾ മുമ്പേ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതൊക്കെ നമ്മുടെ സ്വന്തമായ കഴിവാണെന്നല്ല, അള്ളാഹു തന്നെ നൽകിയതാണ്. അത് എനിക്കോ നിങ്ങൾക്കോ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഓരോ ചരാചരങ്ങൾക്കും അള്ളാഹു അത് കൊടുത്തിട്ടുമുണ്ട്. പ്രകൃത്യാ ചില കഴിവുകൾ ഓരോ ചരാചരങ്ങൾക്കുമുണ്ട്. അതല്ലേ അള്ളാഹു പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയില്ലേ റബ്ബിനെ? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ പ്രകൃതിയെ നൽകിക്കൊണ്ട് അതിന് മുന്നോട്ട് ഗമിക്കാനുള്ള പാത കാണിച്ചു കൊടുത്തവനാകുന്നു അല്ലാഹു. ആ രൂപത്തിലുള്ള കഴിവുകൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അത് നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയും. അല്ലാഹു അതിന്റെ മുമ്പിൽ തടസ്സങ്ങളൊന്നും വരുത്തുന്നില്ലെങ്കിൽ അല്ലാഹു നമുക്കത് നൽകിയ കഴിവാണ്. അത് പ്രവാചകന്മാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ പ്രവാചകന്മാരിലൂടെ അള്ളാഹു ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും ജനങ്ങൾ വെല്ലുവിളിക്കുന്ന നേരത്ത്. ആ കാര്യം ചെയ്യുന്നത് അമ്പിയാക്കളാണോ? അല്ല. ആ കാര്യം, ആ അത്ഭുതകരമായ കാര്യം ആ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നത് അമ്പിയാക്കന്മാരല്ല. അത് പ്രകടിപ്പിക്കുന്നത് അത് ചെയ്യുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പിന്നെ എന്താ ഈ ആൾക്ക് ഇതിലൊരു കാര്യമുള്ളത്? ആ പ്രവാചകന്റെ കൈക്കാണത് നടക്കുന്നത്, വേറൊരാളുടെ കൈക്ക് നടക്കുന്നില്ല. നിങ്ങൾ നോക്കൂ ചില ഉദാഹരണങ്ങൾ. മഹാനായ കലീമുല്ലാഹ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ മുമ്പിലേക്ക്, അതേപോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ സമീപത്തേക്ക് ഈ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി ചെന്നപ്പോ മഹാനവറുകൾക്ക് ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ കൈകളിലൂടെ ഈ ലോകത്ത് പല മുഅ്ജിസത്തുകളും ഉണ്ടായി തീർന്നു എന്നവിടെ സംഭവിച്ചു. എന്താ സംഭവിച്ചത്? നമുക്കൊക്കെ അറിയാം. പ്രധാനപ്പെട്ട ഒന്നാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള വടിയെന്ന് നിലത്തേക്കിടുമ്പോൾ അത് പാമ്പായി മാറുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നു, ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള ദൃഷ്ടാന്തം കാണിച്ചു തരാൻ പോവുകയാണ്. മൂസാ, നിന്റെ കയ്യിൽ എന്താണ്? മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, വമാ തിൽക ബിയമീനിക യാ മൂസാ, നിന്റെ കയ്യിൽ എന്താ മൂസാ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമീ വലിയ ഫിഹാ മആരിബു ഉഖ്റാ. അല്ലാഹുവേ, ഇത് ഞാൻ എൻ്റെ ആടുകൾക്ക് ഇല തച്ചു പൊഴിച്ചു കൊടുക്കാനും മറ്റു പല കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന വടിയാണ്. എന്നാൽ അല്ലാഹു തആല പറയുന്നു, അൽഖിഹാ യാ മൂസാ, മൂസാ നീ അതൊന്ന് നിലത്തേക്കിട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള വടി അങ്ങ് നിലത്തേക്കിട്ടു. നിലത്തേക്കിട്ടപ്പോൾ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, കുതിച്ചോടുന്ന നല്ല ഒരു പടുകൂറ്റൻ പാമ്പായി മാറുന്നു. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു നൽകിയ പ്രകൃതി അനുസരിച്ച് എന്റെയോ നിങ്ങളുടെയോ കയ്യിലുള്ള ഒരു വടി നിലത്തിട്ടാൽ അത് പാമ്പായി മാറുമോ? നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമോ? നിർജീവമായ ഒരു വടിയെ പാമ്പാക്കി മാറ്റാൻ ആർക്കാണ് കഴിയുക? യഥാർത്ഥമായ നിലക്കതങ്ങ് പാമ്പായി മാറുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, രണ്ട് പ്രവൃത്തി നടക്കുന്നുണ്ട്. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തിയാണ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. രണ്ടും അള്ളാഹുടെ പ്രവൃത്തി തന്നെയാണെങ്കിലും ഒരു പ്രവൃത്തിക്ക് മൂസാ നബിക്ക് അല്ലാഹു കഴിവ് പ്രകൃത്യാ കൊടുത്തതാണ്. രണ്ടാമത്തെ പ്രവൃത്തിക്ക് മൂസാ നബിക്ക് അല്ലാഹു കഴിവ് വിട്ടുകൊടുത്തിട്ടില്ല. അത് അല്ലാഹു അങ്ങ് നേരിട്ട് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ നോക്കൂ, മൂസാ നബി ഇവിടെ എന്താ ചെയ്തത്? കയ്യിലുള്ള വടി അങ്ങ് നിലത്തേക്കിട്ടു. കയ്യിലുള്ള വടി നിലത്തേക്കിടുക എന്ന പ്രവർത്തനമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്നത്. അതിനെ പാമ്പാക്കി മാറ്റിയത് ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ.
അള്ളയാണ് അതിനെ പാമ്പാക്കി മാറ്റിയത്. പാമ്പാക്കി മാറ്റിയത് മൂസനബിയല്ല. മൂസനബി ചെയ്ത പ്രവർത്തനം എന്താണ്? വടി നിലത്തേക്കിടുക, പാമ്പായി മാറ്റുക എന്ന പ്രവൃത്തി അള്ളാഹുവാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതല്ല, മൂസാ നബി അലൈഹിസ്സലാം ഉദ്ദേശിക്കുമ്പോഴൊക്കെ കയ്യിലുള്ള വടി എവിടെയെങ്കിലും വിടുമ്പോഴേക്ക് അത് പാമ്പായി മാറുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ അതങ്ങ് മൂസാ നബി അലൈഹിസ്സലാമിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അമ്പിയാക്കന്മാർ ഉദ്ദേശിക്കുമ്പോഴൊക്കെയും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ചിലതൊക്കെ അവർ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ പ്രകടമാക്കി എന്നും വരാം. പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി യഥേഷ്ടം ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ഒരു കാര്യമല്ല അത്. അത് അള്ളയാണ് തീരുമാനിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പാറക്കല്ലിൽ അടിക്കുന്നു. പാറക്കല്ലിൽ നിന്ന് 12 അരുവികൾ പൊട്ടിയൊഴുകുന്നു. ഇവിടെ മൂസാ നബിയുടെ പ്രവൃത്തി എന്താണ്? വടിയെടുക്കുന്നു, പാറക്കല്ലിൽ അടിക്കുന്നു. അതോടുകൂടി മൂസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട പ്രകൃതിയായുള്ള കഴിവ് അവസാനിച്ചു. ഇനി അത് 12 നീരുറവകൾ പൊട്ടിയൊഴുകുന്നു എന്ന പ്രവർത്തനം അത് നടത്തുന്നത് ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. പാറക്കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുക്കിക്കാൻ മൂസാ നബി അലൈഹിസ്സലാമിന് കഴിവില്ല. അത് അള്ളയാണ് ചെയ്യുന്നത്. സമുദ്രത്തിൽ വടി കൊണ്ടടിക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം എന്താണ് ചെയ്യുന്നത്? കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുന്നു. സമുദ്രത്തിൽ അടിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു ഇത്തിരി വെള്ളം തെറിച്ചേക്കും എന്നതല്ലാതെ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബിയോട് അടിക്കാൻ അങ്ങ് പറഞ്ഞു. മൂസാ നബി അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ട പ്രകൃതിയായുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ വടികൊണ്ട് വെള്ളത്തിൽ ആ സമുദ്രത്തിൽ അങ്ങടിച്ചപ്പോൾ അതാ 2 ഭാഗത്തേക്കും സമുദ്രമങ്ങ് മാറി നിൽക്കുന്നു. സമുദ്രമങ്ങ് വഴിമാറി നിൽക്കുന്നു. ഈ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ സമുദ്രത്തെ ഇങ്ങനെ 2 ഭാഗത്തേക്ക് മാറ്റി നിർത്തുക എന്ന പ്രവൃത്തി അത് അള്ളാഹു ഒരു കാലത്തും ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. അത് അള്ളാഹു ചെയ്യുന്നതാണ്. അപ്പൊ മനുഷ്യൻ ചെയ്യുന്നതുമുണ്ട്, ചെയ്യാത്തതുമുണ്ട്, വിട്ടുകൊടുത്തിട്ടുള്ള കഴിവുകളുമുണ്ട്, കൊടുത്തിട്ടില്ലാത്തതുമുണ്ട്. നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് വരൂ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിലൂടെ ഒരുപാട് മുഅ്ജിസത്തുകൾ അള്ളാഹു പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ നമുക്കറിയാമല്ലോ. മഹാനവറുകൾ പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് ഊതിയിട്ട് ജീവൻ കൊടുത്ത് പറപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താ ചെയ്യുന്നത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന പണി എന്താണ്? അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണ് അതിൽ നടക്കുന്നത്? ശരിക്ക് ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോ സഹോദരന്മാരെ. ഇതെന്റെ അഭിപ്രായം പറയുന്നതല്ല കേട്ടോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്നത് എന്താണെന്നോ? ഈസാ നബി മണ്ണെടുക്കുന്നു. മണ്ണെടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് പാകപ്പെടുത്തി ശരിപ്പെടുത്തിയിട്ട് അങ്ങനെ കുഴച്ച് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കുന്നു. എന്നിട്ടതിൽ ഊതുന്നു. ജീവൻ കൊടുക്കുക എന്ന പ്രവൃത്തി, ഒരു നിർജീവമായ വസ്തുവിന് ജീവൻ കൊടുക്കുക എന്ന കഴിവ് അല്ലാഹുവല്ലാത്ത ഒരാൾക്കും ഈ ലോകത്തില്ല കേട്ടോ. ഈസാ നബി അലൈഹിസ്സലാമിനും ആ കഴിവില്ല. പക്ഷേ ഈസാ നബിയിലൂടെ അള്ളാഹു മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുന്നു. എന്താണ് ആ മുഅ്ജിസത്ത്? ഈസാ നബി അങ്ങനെ ഉരുട്ടിയിട്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് ഊതുമ്പോഴാണ് ജീവൻ വരുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തി ഇതിൽ എന്ത് മാത്രമാണ്? തെറ്റിപ്പോകണ്ട. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണി കൽപ്പിക്കട്ടെ. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇക്കാര്യം വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, വകാന തസ്വിയത്തു ത്വീനി വന്നഫഖു മിൻ ഈസാ വൽ ഖൽഖു മിനല്ലാഹ് കമാ അന്ന അൻ-നഫഖ മിൻ ജിബ്രീൽ വൽ ഖൽഖു മിനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പക്ഷിയെ ഉണ്ടാക്കിയിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ ജനങ്ങളോട്, ഞാൻ നിങ്ങൾക്കൊരു പക്ഷിയെ പടച്ചു തരാം ജനങ്ങളെ, എന്നിട്ട് ഞാനതിൽ ഓതുമ്പോ ഫയകൂനു തൈറാ, അത് പക്ഷിയായി പറക്കുകയാവും ചെയ്യുന്നത് ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. അള്ളാഹുവിന്റെ ഇതിനോടുകൂടിയാണ് ആ പക്ഷി പറക്കുന്നത്. എന്തേ അതങ്ങനെ പറയാൻ കാരണം? എന്തേ അക്കാര്യം അങ്ങനെ പറയാൻ കാരണം? അതാ പറയുന്നത് ഇവിടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് ചെയ്തത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അള്ളാഹു എന്താണ് ചെയ്തത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ തെറ്റിദ്ധരിക്കരുത്. ഈസാ നബി ചെയ്തതും അള്ള ചെയ്തതും എന്ന് പറയുമ്പോ ഈസാ നബി ചെയ്തത് അള്ള തന്നെയല്ലേ? അതെ. മനുഷ്യർക്ക് അള്ള കൊടുക്കാത്ത ചില കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ട്
കഴിവുകൾ സ്വന്തമായിട്ടുണ്ട്, മനുഷ്യന് ചില സ്വതന്ത്ര കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന കക്ഷികളിൽപ്പെട്ടവരാണ് മുജാഹിദുകൾ എന്ന് പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇവിടെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതും അള്ളാഹു അനുമതി നൽകിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈസാ നബിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുടെ അതാണ് ഖുർത്തുബി ഇമാം പറയുന്നത്, വകാന തസ്വിയത്തുത്തീനി, ഈ കളിമണ്ണിങ്ങനെ ശരിപ്പെടുത്തുക എന്നതും അതിന്റെ കോലം പടക്കുക എന്നതും എന്നിട്ടതിൽ ഊതുക എന്നതും വന്നഫ്ഖു, അതിൽ ഊതുക എന്നതും നടക്കുന്നത് ആരിൽ നിന്നാണ്? മിൻ ഈസാ, ഈസാ നബി അലൈഹിസ്സലാമിൽ നിന്നാണ്. അതേ അവസരത്തിൽ അതൊരു ജീവനുള്ള പക്ഷിയായി അങ്ങ് പറക്കണ്ടേ, ആ പടപ്പത്തരം അതൊരു സൃഷ്ടിയായി കൊണ്ടതങ്ങ് പറക്കണമെങ്കിൽ ആ സൃഷ്ടിപ്പാരാ നടത്തുന്നത്? വൽ ഖൽഖു, ആ സൃഷ്ടിപ്പ്, അവിടെ സൃഷ്ടികർമ്മം നടത്തുന്നത്, ജീവനിടിക്കുന്നത് മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നാണ്. ഏതുപോലെ കമാന നഫ്ഖ മിൻ ജിബ്രീൽ വൽ ഖൽഖു മിനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതിയപ്പോഴല്ലേ മറിയം ബീവിയിൽ കുഞ്ഞുണ്ടായത്. മറിയം ബീവിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ കൽപ്പന പ്രകാരം ഊത്ത് നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു കുഞ്ഞിനെ പടച്ചത് അത് അല്ലാഹുവാണ്, ജിബ്രീൽ അലൈഹിസ്സലാം അല്ല. ഇത് ആ കാര്യം അവിടെ വിശദീകരിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്നും പറയുന്നുണ്ട്, രോഗികളെ ഞാൻ സുഖപ്പെടുത്തും. മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. അതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നുണ്ട്, ബിഇദ്നില്ല, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം, അള്ളാഹുടെ ഉത്തരവ് പ്രകാരമാണ് ഞാനത് ചെയ്യുന്നത് എന്ന് പറയുമ്പോ എന്തിനാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ച മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. എവിടെയാ വിശദീകരിച്ചത്? ഇവിടെ അല്ലാഹു ബിഇദ്നില്ല എന്നിങ്ങനെ ആവർത്തിച്ചത് ദഫ്അൻ ലിതവഹുമിൽ ഉലൂഹിയ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഇലാഹാണോ, ഈസാ നബിക്ക് ദിവ്യത്വമുണ്ടോ എന്ന് ശ്രോതാക്കൾ ധരിച്ചു പോകാതിരിക്കാനാണ്. ഞാനല്ല ചെയ്യുന്നത് കേട്ടോ, അള്ളയാണ് ചെയ്യുന്നത്. ഏത് കാര്യം? ജീവനിടിക്കുന്നത് ഞാനല്ല, അതേപോലെ തന്നെ രോഗം സുഖപ്പെടുത്തുന്നത് ഞാനല്ല, അതൊക്കെ അള്ളയാണ്. ആ ദിവ്യത്വമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫഇന്നൽ ഇഹ്യാഅ ലൈസ മിൻ ജിൻസിൽ അഫ്ആലിൽ ബശരിയ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ വകുപ്പിൽപ്പെട്ടത് ഒരിക്കലുമല്ല എന്ത്? ജീവൻ നൽകുക എന്ന പ്രവൃത്തി. അപ്പൊ ജീവൻ നൽകുക എന്ന പ്രവൃത്തി അള്ളയാണ് ചെയ്യുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബി എന്താ ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നയാളെ എന്തു ചെയ്യുകയാണ്? ഖും, എഴുന്നേൽക്കൂ എന്ന് പറയുന്നു. ആ വാക്ക് പറയുവാനേ ഈസാ നബി അലൈഹിസ്സലാമിന് കഴിയുകയുള്ളൂ. അതിലൂടെ അള്ളാഹു ഈസാ നബി അതങ്ങ് പറയുമ്പോഴേക്കതാ ജീവൻ നൽകിക്കൊണ്ട് ആ മയ്യത്തിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അത് തന്നെ ഈസാ നബി ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഇഷ്ടം പോലെ ചെയ്യാൻ കഴിയാവുന്ന ഒരു സംഗതിയാണോ? അല്ലല്ലോ സഹോദരന്മാരെ, ആർക്കും അറിഞ്ഞുകൂടെ? എങ്കിൽ പിന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താരെങ്കിലും പിന്നെ ഖബറിൽ ബാക്കിയുണ്ടാകുമോ? എല്ലാവരും വരില്ലേ ഈസാ നബിയുടെ മുമ്പിൽ? ദാ ഇയാളൊന്ന് ജീവിപ്പിക്കണം. ഒരാളാണ് മരിക്കുമ്പോഴേക്ക് മയ്യത്ത് കെട്ടിലും കൊണ്ടുവരുന്നു, ഈസാ നബിയുടെ വീടിന്റെ മുമ്പിൽ വെക്കുന്നു, ജീവൻ കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ മരിച്ചവർക്ക് ഇങ്ങനെ ജീവൻ കൊടുക്കാൻ യഥേഷ്ടം അത് ഉപയോഗിക്കാനുള്ള കഴിവ് ഈസാ നബി അലൈഹിസ്സലാമിൽ ഉണ്ടായിരുന്നുവോ? ഇല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന വ്യക്തികളെ വിളിച്ചോളാനാണ് പറയുമ്പോ യാ ഫുലാൻ ഖും, എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോ അതങ്ങ് എഴുന്നേൽക്കുന്നു എന്നതല്ലാതെ ജീവൻ നൽകാനുള്ള ഒരു കഴിവ്, എഴുന്നേൽക്കൂ എന്ന് പറയാനുള്ള കഴിവ് ഈസാ നബിക്ക് നൽകിയതുപോലെ ജീവനിടിക്കാനുള്ള കഴിവ് ഈസാ നബി അലൈഹിസ്സലാമിന് നൽകിയിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ മനസ്സിലാക്കൂ, മഹാനവറുകൾ പറഞ്ഞില്ലേ, വഉബരിഉൽ അക്മഹ വൽ അബ്റസ, കുഷ്ഠരോഗമുള്ളവരെയും ജന്മനാ തന്നെ അന്ധതയുള്ളവരെയും ഒക്കെ ഞാൻ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചെയ്യുന്നത് എന്താണ്? രോഗമുള്ള ആളുകളുടെ ശരീരത്തിൽ തടവുക എന്ന പ്രവർത്തനമാണ് ഈസാ നബി അലൈഹിസ്സലാം ചെയ്യുന്നത്. തടവുക എന്ന പ്രവർത്തനമാണ് ഈസാ നബി ചെയ്യുന്നത്. നാം മറ്റാരെങ്കിലും തടവിയ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം
അയാളിലൂടെ അള്ളാഹു അത് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ഇതാ ഇത് പ്രവാചകനാണ്, ഞാൻ അയച്ചിട്ടുള്ള എന്റെ സ്വന്തക്കാരനാണ്, നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ ഞാൻ അയച്ചിട്ടുള്ള റസൂലാണ് എന്ന് കൃത്യമായി ആ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുന്ന അവസരത്തിൽ പടച്ച തമ്പുരാൻ അങ്ങ് തോന്നിപ്പിക്കുമ്പോ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ തടവുന്നു. തടവല്ലെന്ന പ്രവൃത്തിയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്നത്. ശിഫയാക്കുന്നത്, രോഗം സുഖപ്പെടുത്തുന്നത് ഈസാ നബി അല്ല, ആ പ്രവൃത്തി ചെയ്യുന്നവൻ അല്ലാഹുവാണ്. അതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? ഞാൻ നിങ്ങളെ ഇന്നലെ ഓതിക്കേൽപ്പിച്ചില്ലേ? فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين. ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എനിക്ക് ശിഫ നൽകുന്നവൻ അല്ലാഹുവാണ്. ഷാഫി എന്ന പേര് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതല്ലേ രോഗികളെ സന്ദർശിക്കുന്ന നേരത്ത് രോഗസന്ദർശനം എന്ന സുന്നത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ രോഗികളെ സന്ദർശിക്കുന്ന അവസരത്തിൽ നമുക്ക് തൊടൽ അനുവദിക്കപ്പെട്ട പുരുഷനാണെങ്കിൽ സ്ത്രീക്ക് സ്ത്രീയെ തൊടൽ അനുവദനീയമാണ്, പുരുഷന് പുരുഷനെ തൊടൽ അനുവദനീയമാണല്ലോ. ആ നിലക്കങ്ങനെ തടവിക്കൊണ്ട് നാം പ്രാർത്ഥിക്കാറില്ലേ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മാ. അല്ലാഹുവേ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീയാണ് ഷാഫി. അപ്പൊ നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സുഖപ്പെടുത്തുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ നിർദ്ദേശപ്രകാരം അതാ രോഗിയുടെ ശരീരത്തിൽ കൈവെക്കുമ്പോ സുഖപ്പെടുത്തൽ എന്ന പ്രവർത്തനം നടത്തുന്നത് അല്ലാഹുവാണ്. കൈവെക്കുന്നു എന്ന പ്രവർത്തനമാണ്, തടവുന്നു എന്ന പ്രവൃത്തിയാണ് മഹാനായ റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാം നിർവഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിലേക്ക് വരൂ. മഹാനായ നമ്മുടെ മുത്തു നേതാവ് അതാ ഒരു പിടി മണ്ണുമാരി അങ്ങ് എറിഞ്ഞപ്പോ കുറെ ആളുകളുടെ കണ്ണിലേക്ക് ചരൽ കല്ലുകൾ എത്തിപ്പോയി. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നീ എറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ എറിഞ്ഞത് നീയല്ല, നാമാണ്. അല്ലാഹു അത്രേ എറിഞ്ഞത് എന്ന് പറയുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ തന്റെ മുമ്പിലുള്ള ഒരു പിടി ചരൽക്കല്ല് വാരിയിട്ടങ്ങ് എറിഞ്ഞത്? ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കും സംശയമില്ല. പക്ഷേ ആ പ്രവൃത്തിയാണ് മഹാനായ നമ്മുടെ മുത്തു നേതാവ് റബ്ബിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതെന്താ? ചരൽക്കല്ല് വാരിയിട്ടങ്ങ് എറിയുന്നു. ആ ഏറ് ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ കണ്ണുകളിലേക്ക് എത്തിക്കുക എന്ന പ്രവർത്തനം അത് ചെയ്യുന്നത് അല്ലാഹുവാണ്. ആ പ്രവൃത്തി ചെയ്യുന്നത് അല്ലാഹുവാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അമ്പിയാക്കളായാലും സാധാരണക്കാരായാലും അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളുണ്ട്. അസാധാരണക്കാരായ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രകൃത്യാ നൽകപ്പെട്ട കഴിവുകൾ അവർക്ക് കുറേയുണ്ട് സാധാരണക്കാരെ പോലെ. പക്ഷേ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുമ്പോ ആ പ്രവൃത്തി അവർക്ക് പണ്ടേ നൽകപ്പെട്ട കഴിവ് കൊണ്ടല്ല ചെയ്യുന്നത്, കഴിവ് കൊണ്ടല്ല ചെയ്യുന്നത്, അവരിലൂടെ അല്ലാഹു അങ്ങ് പ്രകടിപ്പിക്കുകയാണ്. കാരണം മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്. ആ പദം തന്നെ എത്ര ക്ലിയർ ആണ് എന്റെ സഹോദരന്മാരെ. മുഅ്ജിസത്ത് എന്ന് പറയുന്ന പദം തന്നെ അമാനുഷികം. അമാനുഷികം എന്ന് പറയുമ്പോ മാനുഷികമല്ലാത്തത്, മനുഷ്യ കഴിവ് കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്. അവിടെയും മനസ്സിലാക്കിക്കോ, മനുഷ്യ കഴിവ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു കഴിവുണ്ട് എന്നല്ല. ആ ചെയ്യാൻ കഴിയാവുന്ന കാര്യവും അല്ലാഹു കൊടുത്തത് തന്നെയാണ്. പക്ഷേ അവിടെ ഓരോ കാര്യവും വേർതിരിച്ചു മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിനും പ്രത്യേകം അനുമതി വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അമ്പിയാക്കളോട് പലരും പലതും ആവശ്യപ്പെട്ടപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പലരോടും പലതും ചോദിച്ചിട്ടുണ്ട്. അമ്പിയാക്കൾ മൊത്തത്തിൽ പറഞ്ഞ ആശയം എന്താണ്? അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നില്ലേ, വമാ കാന ലിറസൂലിൻ അയ്യതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു റസൂലിനും തന്നെ അല്ലാഹുവിന്റെ അനുമതി കൂടാതെ യാതൊരു അത്ഭുതവും ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രത്യേകമായ ഇതിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
നമ്മൾ കൈവെക്കുന്നതിന് അള്ളാഹുവിന്റെ സഹായം വേണ്ടേ? ഒരു മലയിലേക്ക് കയറാൻ അള്ളാഹുവിന്റെ സഹായം വേണ്ടേ? വേണം. പക്ഷേ അത്തരത്തിലുള്ള ഒരു സഹായമാണോ അംബിയായിന്റെ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഉദ്ദേശിക്കുന്ന ഇതിന്? ആ രൂപത്തിലുള്ള സഹായമല്ല. ഒരു പ്രത്യേകമായ സഹായം അള്ളാഹു അവിടെ നൽകുകയാണ്. ആ പ്രത്യേകമായ പ്രവൃത്തി അള്ളാഹു ചെയ്യുകയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉഹദ് മലയിലേക്ക് കയറിയിട്ടുണ്ട്. സംശയമുണ്ടോ? അവിടുന്ന് മല കയറിയിട്ടുണ്ട്. ഉഹദ് മലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി. ആ കയറാൻ നബിക്ക് അള്ളാഹുവിന്റെ ഇതിന് വേണ്ടേ? വേണം, തീർച്ചയായും വേണം. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാകാശങ്ങൾക്കും അപ്പുറത്തേക്ക്, ഏഴാകാശങ്ങൾക്കും മുകളിലേക്ക് കയറിപ്പോയില്ലേ? ആ പ്രവൃത്തിക്കും അള്ളാഹുവിന്റെ ഇതിന് വേണ്ടേ? വേണം. ഇത് രണ്ടും ഒരേ ഇതിനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മല കയറാൻ ഇതിന് വേണം എന്ന് പറയുന്നിടത്തും, മിഅ്റാജ് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ ഇതിന് വേണം, അള്ളാഹുവിങ്കൽ എന്ന് അനുമതി വേണം എന്ന് പറയുന്നിടത്തും രണ്ടും ഒരേ ഉത്തരവാണോ? രണ്ടും ഒരേ ഇതിനാണോ? ഒരിക്കലുമല്ല. ഏത് ആളുകൾക്കും അതറിയാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ വിശ്വാസപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരൊന്നും ഇതാ ഞാനിപ്പോൾ കൈ ഉയർത്തുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നടക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ബീദിനില്ല എന്ന് പറയുന്നില്ല. ബീദിനില്ല അതൊക്കെ സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അസാധാരണമായ അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നിടത്താണ് ബീദിനില്ല ബീദിനില്ല എന്നിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിലൂടെയൊക്കെ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, മനുഷ്യന് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, മനുഷ്യൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവുകൾക്ക് ഒരുപാട് പരിധികളുണ്ട്. അതേപോലെ തന്നെ മഹത്തുക്കളായ അമ്പിയാക്കളുടെയും കഴിവുകൾക്ക് പരിധിയുണ്ട്. പക്ഷേ അമ്പിയാഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ അസാധാരണമായ പ്രവൃത്തികൾ അല്ലാഹു അങ്ങ് നിർവഹിക്കും. ഇതേപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്ന ചില സാലിഹീങ്ങളുടെ കൈക്കും അത്ഭുതങ്ങൾ പ്രകടമാക്കാറുണ്ട് അല്ലാഹു. അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. അതും അവരുടേതായ കഴിവല്ല, അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്നതുമല്ല. ചില ഘട്ടങ്ങളിൽ അവരെ ആഗ്രഹിക്കുമ്പോ ആ ആഗ്രഹത്തിന് വിധേയമായി കൊണ്ട് അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുത്തു എന്നും വന്നേക്കാം. അതല്ലാതെ യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയാവുന്ന തനിക്ക് മുമ്പേ നൽകപ്പെട്ട ഒരു കഴിവൊന്നുമല്ല മുഅ്ജിസത്ത് എന്ന് പറയുന്നതും കറാമത്ത് എന്ന് പറയുന്നതും. എന്തിനാണ് ഞാൻ ഈ കാര്യം എന്റെ ശ്രോതാക്കളുടെ മുമ്പിൽ വെച്ചത്? ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് പറയുന്നു, മൗലവിമാര് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മൗലവിമാര് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ത്? ഈ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ കൈക്ക് നടക്കുന്ന ആ അത്ഭുതപരമായ കാര്യങ്ങൾക്കൊക്കെ അള്ളാഹുടെ അനുമതി വേണം, നമ്മുടെ കാര്യങ്ങൾക്കൊന്നും അനുമതി വേണ്ട എന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കൈ ഉയർത്തുന്നു, എൻ്റെ കൈ ഉയർത്തുന്നത് എനിക്ക് അള്ളാഹു ആ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു അങ്ങ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതേപോലെ അമ്പിയാക്കന്മാർ അവരൊരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരങ്ങ് ചെയ്യും. അപ്പൊ അവരുദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ കാര്യം അങ്ങ് ചെയ്യും. ചുരുക്കി പറയട്ടെ, അദ്ദേഹം അതിലൂടെ പറഞ്ഞതെന്താണെന്നോ? വളച്ചുകെട്ടില്ലാതെ പറഞ്ഞത്, അദ്ദേഹം കൈ ഉയർത്തും പോലെയുള്ളൂ അമ്പിയായിന്റെയും ഔലിയായിന്റെയും ഒക്കെ കറാമത്തുകളും മുഅ്ജിസത്തുകളും ഒക്കെ അത്ര നിഷ്പ്രയാസം ഓരോരുത്തർക്കും യഥേഷ്ടം ഉപയോഗിക്കാനുള്ള ഒരു കഴിവാണത് എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. ആ വാചകമൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വെച്ചോ, അമ്പിയാക്കൾ ഔലിയാക്കൾ അവർക്കൊരു കറാമത്ത് വേണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ്. അങ്ങനെ അവരങ്ങ് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല കറാമത്ത് മയ്യത്ത് കൊടുക്കലാണ്, അള്ളാഹ് അതിനുള്ള കഴിവ് കൊടുക്കലാണ്. ഇതുപോലെ ഞാൻ എൻ്റെ കൈ ഉയർത്തണമെന്ന് ഉദ്ദേശിക്കുന്നു. ആ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എൻ്റെ കൈ ഉയർത്തുന്നു. അങ്ങനെ ഉയർത്തുമ്പോൾ അല്ലാഹു എനിക്ക് കൈ ഉയർത്താൻ കഴിവ് തരുന്നു. ഈ ഉയർത്തുന്നത് എൻ്റെ ശക്തിയല്ല,
അള്ളാഹുവിന്റെ ശക്തിയാണ്. ഇത് ഉയർത്താൻ തോന്നിപ്പിച്ച റബ്ബ് അള്ളാഹുവാണ്. ഉയർത്തുന്നതും അള്ളാഹു തആല തരുന്നത് തന്നെ ശക്തിയാണ്. ഈ ഉയർത്തലിനെ പടക്കുന്നതും അള്ളയാണ്. ഞാൻ അതുമായി ബന്ധപ്പെടുന്ന മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരു കറാമത്ത് കാണിക്കണമെന്ന് ഒരു വലിയ ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹ് കറാമത്തങ്ങ് കൊടുക്കുന്നു, പടച്ചു കൊടുക്കുന്നു. അപ്പൊ എന്തിനാ അത് പറഞ്ഞതെന്നറിയോ? നമ്മൾ അമ്പിയായിനോടും ഔലിയായിനോടൊക്കെയാണ് വിളിച്ച് ദുആ ചെയ്യുമ്പോ അവരാണ്ട് ഉത്തരം ചെയ്യാനാണ്, ഇപ്പോൾ ഉത്തരം കൊടുക്കണം എന്ന് അവരാണ് വിചാരിക്കും. അപ്പൊ അള്ളാഹു ആണ്ട് ഉത്തരം ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവാണ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എന്താണ് അമ്പിയായിന്റെ സ്ഥിതി എന്ന്, അതേപോലെ തന്നെ മുഅ്ജിസത്തിന്റെ ഈ കറാമത്തിന്റെ ഒക്കെ സ്ഥിതി എന്ന് നമ്മൾ പറഞ്ഞു. ഇവരിത് പറയുന്നത് മഹാന്മാരായ ആളുകളെ അവരുടെ മരണാനന്തരവും വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, മഹത്തുക്കളായ ആളുകൾ ആരാവട്ടെ, നാം അവരെ വിളിക്കുന്ന വിളി അവര് കേൾക്കും എന്നുള്ളതിന് തെളിവുണ്ടോ? ആരാവട്ടെ, അവര് നമ്മുടെ വിളി കേൾക്കുന്നുണ്ടോ? ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും. നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുന്നതല്ല. ഇനി വലൗ സമിഉ, ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ഒപ്പിച്ചുണ്ടാക്കിയിട്ട് കേൾക്കും എന്ന് വരുത്തി തീർക്കുന്നത് എന്തിനാണ്? കേട്ടിട്ട് ഉത്തരം കിട്ടാനല്ലേ? എങ്കിൽ റബ്ബ് പറയുകയാണ് വലൗ സമിഉ, ഇനി കേട്ടിട്ടല്ല, വാദത്തിന് വേണ്ടി സമ്മതിച്ചു തരാം. കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. അപ്പൊ സഹോദരന്മാരെ, ഈ മുഅ്ജിസത്ത് കറാമത്ത് ഇതിലേക്ക് കടന്നു വരാനുള്ള കാരണം മനസ്സിലായില്ലേ? മുസ്ലിയാക്കന്മാർ ഈ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നതിന്റെ പിന്നിലെ രഹസ്യം മനസ്സിലായില്ലേ? എന്തിനു വേണ്ടിയാണെന്നോ, നാം അങ്ങ് വിളിക്കുന്ന നേരത്ത് അതാ മുത്ത് മുസ്തഫയത് കേൾക്കുന്നു, നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നു, നമ്മുടെ അടുത്ത് വന്ന് സഹായിക്കുന്നു. നാം കാണുന്നില്ലെന്നേയുള്ളൂ, നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞിട്ടേയുള്ളൂ. ഇവിടെ എപ്പോഴും നമ്മുടെ വിളി കേട്ട് വരാനും കാണാനും ഉത്തരം ചെയ്യാനും ഒക്കെ അല്ലാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളും അതേപോലെ തന്നെ ഔലിയാക്കളുമൊക്കെ നമ്മൾ വിളിക്കുന്ന നേരത്ത് നമ്മുടെ അടുത്തേക്ക് വരാനും നമ്മെ സഹായിക്കാനും നമ്മെ കാണാനും നമുക്ക് ഉത്തരം നൽകാനും ഒക്കെ അവർക്ക് കഴിവുണ്ട്. ആ കഴിവ് ഇല്ല എന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ കഴിവിനെ നിഷേധിക്കലാണ്. അള്ളാഹുവിന് അവർക്ക് കഴിവ് കൊടുക്കാൻ കഴിയൂല എന്ന് പറയലല്ലേ? അതല്ലേ ഇന്നലെ നിങ്ങൾ ഇർഫാദ് മാസികയിൽ നിന്ന് വായിച്ചത്? എവിടേക്കാണ് പോക്ക് എന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് മുസ്ലിയാര് എന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് ആവർത്തിച്ചോർമ്മപ്പെടുത്തട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനെ നമ്മുടെ ഏത് ഘട്ടത്തിലുമുള്ള വിളി കേൾക്കാൻ കഴിയൂ. മഹാന്മാരായ അമ്പിയായിനോ ഔലിയായിനോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയും വിദൂരമായ ദിക്കില്ലെന്ന് വിളി കേൾക്കാനുള്ള ഒരു മുഅ്ജിസത്തോ കറാമത്തോ കൊടുത്തിട്ടില്ല, ജീവിതകാലത്ത് പോലും നൽകിയിട്ടില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മസ്അല ചോദിക്കാൻ വേണ്ടിയും പല കാര്യങ്ങളിലും തർക്കം തീർക്കാനൊക്കെ വേണ്ടിയും മദീനയുടെയും മക്കയുടെയും ഒക്കെ വിദൂരമായ മലമടക്കുകളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് സഹാബിമാര് കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ, അന്ന് വാഹനങ്ങൾ അതൊക്കെയല്ലേ, അവരെത്ര പ്രയാസം സഹിച്ചു മാസക്കണക്കിന് വഴിദൂരം താണ്ടിയിട്ടാണ് മുത്ത് മുസ്തഫയുടെ തിരുഹദറത്തിൽ അവരെത്തിച്ചേരുന്നത്. എന്തിനാ അവരിങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാ ഞങ്ങൾ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത്? എന്തിനാ ഞങ്ങൾ കുതിരപ്പുറത്ത് പോകുന്നത്? എന്തിന് നമ്മൾ കഷ്ടപ്പെടണം? ഈ കാലാവസ്ഥ പ്രതികൂലമായ ഘട്ടത്തിൽ പോലും സഹാബിമാര് വരികയാണ് റസൂലുള്ളാഹിയുടെ തിരുമുമ്പിലേക്ക്. എന്തിന്? അവർക്ക് മസ്അലകൾ ചോദിക്കണം. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും യസ്അലൂനക യസ്അലൂനക യസ്അലൂനക, നബിയേ താങ്കളോടവർ ചോദിക്കുന്നു, താങ്കളോടവർ ചോദിക്കുന്നു. പല കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചറിയാൻ വേണ്ടി സഹാബിമാര് വന്നിട്ടില്ലേ? പലരും വന്നിട്ടില്ലേ? വഫുദുകളും ദൗത്യ സംഘങ്ങളുമൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടില്ലേ? അങ്ങനെ എത്തിയവരിൽ അമുസ്ലിമീങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരായ സഹാബികൾ മുഅ്മിനീങ്ങളായ ആളുകളും എത്തിയിട്ടുണ്ട്. അവരാ മുഅ്മിനീങ്ങൾ എന്താ വിശ്വസിച്ചത്?
സഹാബിമാരെന്താ വിശ്വസിച്ചത്? ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ നേതാവ് മദീനത്ത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവിടുത്തെ കാതുകൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചാൽ കേൾക്കാനുള്ള കഴിവുണ്ട്, അവിടുത്തെ കണ്ണുകൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞാലും ഞങ്ങളെ കാണാനുള്ള കണ്ണുണ്ടേ, ഞങ്ങളെ വാക്കുകൾ കേൾക്കാനുള്ള കാതവിടുത്തേക്കുണ്ടേ എന്ന് സഹാബിമാര് പോലും വിചാരിച്ചു പോയില്ല. അവരവിടെ നിന്നൊന്നും വിളിച്ചിട്ടില്ല, അവിടെ നിന്നൊന്നും അവർ നബിയോട് സങ്കടം പറഞ്ഞിട്ടില്ല. അവർക്കെന്തേ മുഅ്ജിസത്ത് മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അവർക്കെന്തേ കറാമത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ലേ? വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള മുസ്ലിയാന്മാര് പ്രചരിപ്പിക്കുന്നത് പോലെയാണ് മുഅ്ജിസത്തെന്നും കറാമത്തെന്നും സഹാബികൾ മനസ്സിലാക്കിയിട്ടില്ല. ആ പാതയാണ് ഇസ്ലാമിന്റെ പാത, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോ. മറിച്ചവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ വന്നുകൊണ്ടാണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലെങ്കിൽ യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ വന്നല്ലേ പറയുന്നത്. കാരണം അവര് മുഅ്ജിസത്തും കറാമത്തുമൊന്നും ഈ നിലക്ക് തെറ്റായി മനസ്സിലാക്കിയിട്ടില്ല, അവര് ശരിയായ നിലക്കാണ് മനസ്സിലാക്കിയത്. അവര് മനസ്സിലാക്കിയതുപോലെ, അവര് വിശ്വസിച്ചതുപോലെ അതേ നിലപാടിൽ തന്നെ തുടരണം എന്നേ മുജാഹിദുകൾ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഒരു പുത്തൻ വാദവും മുഅ്ജിസത്ത് കറാമത്തിന്റെ വിഷയത്തിൽ നമ്മൾ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല.